ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. ഞാൻ എത്രത്തോളം പഠിച്ചിട്ടും പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. പരീക്ഷയ്ക്ക് എനിക്ക് മാർക്ക് തീരെ കുറവാണ്. ഡെറിവേഷൻസ് ഞാൻ എത്ര തന്നെ പ്രാക്ടീസ് ചെയ്താലും ചോദ്യ പേപ്പർ കാണുമ്പോൾ ഞാൻ ആകെ പതറിപ്പോകുന്നു, ഉത്തരങ്ങളെല്ലാം തെറ്റിപ്പോകുന്നു. കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ കൺസേൺ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വെച്ചത്. ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? എങ്ങനെ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആയി തന്നെ കാണാൻ ശ്രമിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ തുടങ്ങുക. മകളെ, ഇതിൻ്റെ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ഈ 3 കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ റെഫർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോണ്ടൻറ് നോളേജ് ആണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, 10ാം ക്ലാസ്സിൽ നിങ്ങളിൽ പലരും ഈ പറയുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊരു ബ്ലൂ കളർ ബോക്സ് കാണാൻ പറ്റും. 10ാം ക്ലാസ്സിലെ മേജർ സബ്ജക്റ്റുകളിലെല്ലാം നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് പലപ്പോഴും മനപ്പാഠം പഠിച്ച് ഉത്തരക്കടലാസിൽ കൊണ്ടുപോയിട്ട് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്ത ആളുകളായിരിക്കും. സോ അതേ കാര്യം +1 നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് നിങ്ങളിൽ പലർക്കും ആ ഒരു പ്രശ്നം മെയിൻലി നേരിടേണ്ടി വരുന്നത്. കാരണം അതുപോലെ ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് +1 യൂണിറ്റ് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. സോ ഈ മനപ്പാഠം പഠിക്കുന്ന പരിപാടി അങ്ങ് അവസാനിപ്പിക്കുക. മറിച്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുക. ഇനിയും നിങ്ങൾ മനപ്പാഠം പഠിക്കുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. സോ ആ കാര്യം ആദ്യം പരിഹരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 30% പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായി. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യം. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങളൊരു ഡെറിവേഷൻ പഠിച്ചു എന്നിരിക്കട്ടെ, അത് പഠിച്ചു, ഇനി അടുത്ത പരീക്ഷയിൽ കൊണ്ടുപോയി എഴുതാം എന്ന മെൻറ്റാലിറ്റിക്കപ്പുറം നിങ്ങളുടെ ക്ലാസ്സിൽ ഇത് പഠിക്കാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ അവന് അല്ലെങ്കിൽ അവൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അത് വളരെയധികം എഫക്റ്റീവാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് നിങ്ങൾ ആ ഡെറിവേഷൻ ഒരു തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉറപ്പായും അത് നിങ്ങളുടെ തലയ്ക്കകത്ത് കുറച്ചുകൂടി ആഴത്തിൽ പതിഞ്ഞിരിക്കും. അത് ഈവൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിക്ക് തന്നെ പറഞ്ഞു കൊടുക്കണമെന്നില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടി, എൻ്റെ അമ്മയെ ഇരുത്തും എൻ്റെ റൂമിനകത്ത്. എന്നിട്ട് അമ്മയ്ക്കാണ് ഞാൻ എൻ്റെ പല ഡെറിവേഷൻസും കൺസെപ്റ്റുകളും എഞ്ചിനീയറിംഗിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സോ അത് ബാക്കിയുള്ളവർ എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നതിനപ്പുറം നിങ്ങളത് ഒരു തവണ കൂടി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റ് കുറച്ചുകൂടി ആഴത്തിൽ പതിഞ്ഞിരിക്കും. അതിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. ഇതല്ലെങ്കിൽ മറ്റൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഏതാ, നിങ്ങളുടെ വീടിനകത്തൊരു ബോർഡ്, നിങ്ങളുടെ റൂമിൽ ഒരു ബോർഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ സെൽഫായി തന്നെ ഈ ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു തവണയ്ക്ക് 2 തവണ നിങ്ങൾ ആ പറയുന്ന ഡെറിവേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നല്ല രീതിയിൽ തന്നെ തറവായി മാറും. 3ാമത്തെ കാര്യം, ഏറ്റവും ലളിതമായ കാര്യം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിവിഷനാണ്. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ്, നിങ്ങൾക്ക് തോന്നുന്നില്ലേ എല്ലാ കാര്യങ്ങളും ഇയാൾക്ക് അറിയാലോ, എല്ലാ ഡെറിവേഷൻസും ഇയാൾക്ക് ഫിസിക്സിനകത്ത് അറിയാലോ എന്നൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നും. കാരണം എല്ലാ ക്ലാസ്സിലും വന്ന് ഇതെല്ലാം പച്ചവെള്ളം പോലെ പറയുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ മക്കളെ, സത്യാവസ്ഥ എന്തെന്നാൽ ഓരോ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് എന്താണോ പഠിപ്പിക്കുന്നത് അത് വീണ്ടും റിവൈസ് ചെയ്തിട്ട് തന്നെയാണ് സൈലത്തുള്ള ഓരോ ടീച്ചേഴ്സും ക്ലാസ്സിനകത്ത് കയറാറുള്ളത്. കാരണം അല്ലാതെ 1 മാസം അല്ലെങ്കിൽ 1 വർഷം മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങൾ അതേപടി വീണ്ടും പഠിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. ഞങ്ങൾ ആരും റോബോട്ടുകളല്ല. മറിച്ച് ആ കൺസെപ്റ്റുകളൊക്കെ ഒരു കുറി കൂടി ക്ലാസ്സിൽ കയറുമ്പോൾ വീണ്ടും നമ്മൾ നോക്കും, വീണ്ടും ആ കൺസെപ്റ്റുകളൊക്കെ റിവൈസ് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും ന്യൂമറിക്കൽസ്. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളും 1 മാസം മുമ്പ് പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിച്ചു വെച്ച ഒരു ഡെറിവേഷനോ ഒരു കൺസെപ്റ്റോ ഉത്തരക്കടലാസിൽ അതുപോലെ തന്നെ പകർത്തി എഴുതാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു സിനിമയിൽ പറയുന്ന പോലെ അത് അതിമോഹം മാത്രമായി മാറും മക്കളെ. മറിച്ച് എന്തായാലും അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 1ാമത്തെ ചാപ്റ്റർ പഠിച്ചു തീർത്തു, കറൻറ്റ്ലി 3ാമത്തെ ചാപ്റ്ററാണ് സ്കൂളിൽ ഓൺഗോയിങ് എങ്കിൽ പോലും ആ 1ാമത്തെ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ ഇടയ്ക്കൊന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇടയ്ക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഡെറിവേഷൻസ് ആണെങ്കിൽ ഒന്ന് എഴുതി തന്നെ പഠിക്കണം. സോ ഈ കാര്യങ്ങളിലൂടെ ഉറപ്പായും നിങ്ങൾ കടന്നു പോയിരിക്കണം മക്കളെ. സോ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ കണ്ടന്റ് നിങ്ങൾ എന്തായാലും സ്ട്രോങ് ആക്കണം. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. 3ാമത്തെ കാര്യം റിവിഷനാണ്. ഈ 3 കാര്യങ്ങളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും മക്കളെ. എത്രത്തോളം എഫക്റ്റീവ് ആവും എന്ന് നമുക്ക് തന്നെ അറിയാം. അല്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴും കുറച്ച് മുമ്പ് വരെ ഇൻസ്റ്റാഗ്രാമിൽ എന്നോടൊരു കുട്ടി ചോദിച്ച കാര്യമാണ്, സാറേ ഇനിയും അഗ്നി ബാച്ചിനകത്ത് എനിക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ, ഇനിയും +1 ക്ലാസ്സുകൾ എനിക്ക് അഗ്നി ബാച്ചിലൂടെ ലഭിക്കുമോ എന്നൊരു കുട്ടി ചോദിച്ചായിരുന്നു. മക്കളെ, നിങ്ങളിൽ പലർക്കും അതേ സംശയം മനസ്സിനകത്തുണ്ടാവും. അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ഉറപ്പായും ഇനിയും നിങ്ങൾക്ക് അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം.
ഇപ്പോൾ ഏകദേശം ഒരു ചാപ്റ്ററുടെ പകുതി പോർഷനൊക്കെയാണ് സെക്കൻഡ് ബാച്ചിൽ ആയിട്ടുള്ളൂ. സോ ഇനിയും നിങ്ങൾ സമയം വൈകിയാലാണ് ചാപ്റ്റേഴ്സിന് അല്ലെങ്കിൽ സിലബസ് പ്രകാരം നിങ്ങൾ വളരെയധികം പുറകോട്ട് പോവുക. എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. ഉടനെ തന്നെ വിളിക്കുക. ഡെയിലിയുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും എക്സാംസും എല്ലാമായി ഒത്തിരി ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു അടിപൊളി ക്ലാസ് ആണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ഒട്ടും തന്നെ ലേറ്റ് ആക്കരുത്, ഉഷാറാക്കുക.